കേരളത്തിലെ CPM-നെ സംബന്ധിച്ച്, പിണറായി വിജയനെ സംബന്ധിച്ച്, LDF സർക്കാരിനെ സംബന്ധിച്ച്, CPM-ന്റെ സംസ്ഥാന നേതാക്കളെ സംബന്ധിച്ച് BJPക്ക് അത്തരത്തിലൊരു നീക്കമേയില്ല. ഉണ്ടായിരുന്നെങ്കിൽ BJPക്ക് അത്തരം കാര്യങ്ങളിൽ നീക്കമില്ലെന്ന് മാത്രമല്ല, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ പോലും വേണ്ട രീതിയിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ BJPക്ക് കഴിയുന്നില്ല സംസ്ഥാനത്ത്. അത് അവർ തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണ്. അതിന് നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണല്ലോ 100 ദിവസത്തിലധികം ജയിലിൽ കിടന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മൂലം അദ്ദേഹത്തിന് ഇപ്പോൾ ടെമ്പററി ആയിട്ട് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ എല്ലാമായിരുന്ന CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചല്ലോ. അവിടെ കൊണ്ട് ഈ കേസ് അവസാനിക്കുകയല്ലേ. പല കേസുകൾ, സ്വർണ്ണക്കടത്ത് കേസായാലും, അതുപോലെ ഡോളർ കടത്ത് കേസായാലും, അതുപോലെ തന്നെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസായാലും, SNC ലെവലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഏറ്റവും അവസാനം കരുവന്നൂരിൽ ഉൾപ്പെടെ വന്ന് നിൽക്കുമ്പോൾ എക്സാലോജിക്കിന്റെ അന്വേഷണത്തിൽ ഉൾപ്പെടെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇവർ ഒക്കച്ചങ്ങായിമാരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ BJP വിരുദ്ധ സർക്കാരുകളെ BJP സർക്കാർ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, കേന്ദ്ര BJP നേതൃത്വം കേന്ദ്ര സർക്കാർ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, ആ രീതിയിലല്ല CPM-നോട് ഉള്ള സമീപനം. ഇവിടെ ശ്രീ പത്മനാഭൻ പറഞ്ഞത് 100% ശരിയാണ്. ഞങ്ങൾക്ക് അവർ ഒരു എതിരാളിയേ അല്ല, ഞങ്ങൾ അവരെ എതിരാളിയായി കാണുന്നില്ല. അവരെ വെച്ചുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ BJP ശ്രമിക്കുകയാണ്. അതിന് എല്ലാ അർത്ഥത്തിലും CPM-നെ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആക്ഷേപവും ആരോപണവും. അത് ശരിവെച്ചുകൊണ്ടാണ് ശ്രീ പത്മനാഭൻ ഉൾപ്പെടെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ വസ്തുതയിലേക്ക് വന്നാൽ, ഈ കേസിലേക്ക് വന്നാൽ, ഇവിടെ SFIയുടെ ഇൻവെസ്റ്റിഗേഷൻ ഇന്നലെ വന്നിരിക്കുന്നു. ഇന്ന് പരസ്പര വിരുദ്ധമായി ഓരോ CPM നേതാക്കന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് അതൊരു വിഷയമല്ല, നമ്മൾ സംസാരിക്കുന്നില്ല, അതൊക്കെ വിട്ടേരെന്നാണ് പറയുന്നത്. ഇത്തരം കേസുകൾ കേട്ടാൽ ഉടൻ ചാടിയിറങ്ങുന്ന AK ബാലൻ, ഇത് കേട്ടാൽ മാത്രമേ അദ്ദേഹം ചാടിയിറങ്ങും. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനെന്ന വ്യാജേന മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായാൽ കേന്ദ്ര കമ്മിറ്റി അംഗം മാത്രമായ അദ്ദേഹം ചാടിയിറങ്ങും. എന്നാൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അതിനെക്കുറിച്ചൊന്നും പറയില്ല. അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും LDF-ന്റെ കൺവീനറും പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് ഈ കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം അടിസ്ഥാനപരമായി പറഞ്ഞ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയും മറ്റൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെയുള്ള അന്വേഷണ അംഗത്തിൽ 4 പേരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 6 പേരുണ്ടായിരിക്കുന്നു എന്നൊക്കെയാണ്. നമുക്കറിയാം ഇവിടെ കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 210 അനുസരിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചതും ഹൈക്കോടതി ആ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കെ തന്നെ 212 അനുസരിച്ചുള്ള എൻക്വയറിക്ക്, SFIയുടെ നേതൃത്വത്തിലുള്ള എൻക്വയറിക്ക് ഒരു തടസ്സവുമില്ല എന്ന് വാക്കാൽ പറയുകയും ആ കേസ് 12-ാം തീയതി പരിഗണിക്കാനിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 12-ാം തീയതി കേസ് പരിഗണിക്കാനിരിക്കെ എന്തിനാണ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയതെന്ന് എന്ന് ചോദിക്കുമ്പോൾ എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് റാഷിദെ. ഇവിടെ പഞ്ചാബിലെ ഗവർണർക്കെതിരായി സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഒന്ന് വായിച്ചു നോക്കണം എന്ന് ആരിഫ് മുഹമ്മദ് ഖാനോട് സുപ്രീം കോടതി പറഞ്ഞപ്പോഴല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ പെൻഡിംഗ് ഉണ്ടായിരുന്ന ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് അല്ലേ? അപ്പോൾ ആ രീതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് എത്തരത്തിലുള്ള ജഡ്ജ്മെന്റ് ഉണ്ടാക്കാൻ കഴിയും. മാത്രമല്ല ഈ കേസിൽ തന്നെ കേന്ദ്ര സർക്കാരിനോട് അവരുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അവരതിനെ സംബന്ധിച്ച് കൂടുതൽ വിലയിരുത്തിയപ്പോൾ സ്വാഭാവികമായി SFIയുടെ അന്വേഷണം ആവശ്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. ഏതായാലും അത്തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ അന്വേഷണം നേരത്തെ തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു. 12/1 ജനുവരി മാസം 12-ാം തീയതി നടത്തിയിട്ടുള്ള ആ അന്വേഷണ ടീമിനെ അത്തരത്തിലുള്ള ഒരു അന്വേഷണം 3 രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അല്ല അന്വേഷിക്കേണ്ടിയിരുന്നത്. ഇത്തരത്തിൽ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഉണ്ട്, ഫ്രോഡ് ഉണ്ട് എന്ന് അവിടെ എക്സാലോജിക്കിൽ നടത്തിയിട്ടുള്ള എൻക്വയറിയുമായി ബന്ധപ്പെട്ട് പരിശോധനയുമായി ബന്ധപ്പെട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ കൃത്യമായി റിപ്പോർട്ട് നൽകിയിട്ടുള്ളതല്ലേ. അപ്പോൾ സ്വാഭാവികമായി അപ്പോൾ തന്നെ സെക്ഷൻ 212 അനുസരിച്ചുള്ള എൻക്വയറി ആയിരുന്നു വേണ്ടിയിരുന്നത്. ഞങ്ങളുടെ നിലപാടും ഞങ്ങളുടെ അഭിപ്രായവും അന്ന് അത് തന്നെയായിരുന്നു. അപ്പോൾ ആ രീതിയിലൊരു അന്വേഷണം വരുന്നതിൽ ഒരു തടസ്സവുമില്ല. ഒന്ന്. രണ്ടാമത് മന്ത്രി പറഞ്ഞെന്താണ്, ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഈ പ്രോസിക്യൂഷന് ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം എവിടെ നിന്നാണ് നിയമം പഠിച്ചിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഈ കേസ് പരിഗണിച്ചത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് മാത്രമാണ്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുകയും അവിടെ ഒരു കക്ഷിയായി ഇൻകം ടാക്സ് വരികയും മറുകക്ഷിയായി CMRL വരികയും ഈ 2 കക്ഷികളുടെയും വാദം കേട്ടതിന് ശേഷം കൃത്യമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. അപ്പോൾ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഓർഡർ, ആ ഓർഡറിനെ സംബന്ധിച്ച് ഇനി ചലഞ്ച് ചെയ്യേണ്ടതില്ല. അവിടെ എല്ലാം സെറ്റിൽ ചെയ്തിരിക്കുന്നു. എന്നാൽ അതിന്റെ പേരിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ സംബന്ധിച്ച് അന്വേഷിക്കണ്ടേ? ഇൻകം ടാക്സ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായി പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം കിടക്കുന്ന ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷണം നടക്കേണ്ടതുണ്ട്. അദ്ദേഹം നമ്മുടെ ശ്രീ AK ബാലൻ പറഞ്ഞ എന്താണ്, വിജിലൻസ്, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, വിജിലൻസ് കോടതി തള്ളിയ കേസാണ്. വിജിലൻസ് കോടതി തള്ളിയ കേസിൽ അതേ പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയും
ഹൈക്കോടതി ആ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കെ തന്നെ ആ പരാതിക്കാരൻ മരണപ്പെടുകയും ആ പരാതിക്കാരന്റെ പിന്തുടർച്ചാവകാശികൾ ആരെങ്കിലും ആ കേസുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നവർ പറയുകയും എന്നാൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും കോടതി കേസുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞതും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതെന്തേ ശ്രീ എ കെ ബാലൻ മറന്നു പോകുന്നു? ഇനി താങ്കൾ ചോദിച്ച ചോദ്യം, ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ CMRLുമായി ബന്ധപ്പെട്ട് ആരാധനാലയങ്ങൾക്ക് ഫണ്ട് കൊടുത്തതിനെ കുറിച്ചുണ്ട്, പത്രമാധ്യമ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുത്തതിനെ കുറിച്ചുണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തിന് ഫണ്ട് കൊടുത്തതിനെ കുറിച്ചുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ വ്യവസ്ഥാപിതമായ മാർഗമുണ്ട്. അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അത് തെളിയിക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഒഴികെ PV എന്നാൽ ഞാനല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു. അവിടെ റാഷിദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായി തീരുമാനിക്കപ്പെട്ടുള്ള വസ്തുതയാണ് PV എന്നാൽ പിണറായി വിജയനാണ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഉത്തരവിലുണ്ട്. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ശരിയാണ്, അത് അന്തിമമാണ് എന്ന് ശ്രീ എ കെ ബാലൻ പറയുമ്പോൾ അവിടെ PV എന്നാൽ പിണറായി വിജയനാണ് എന്നുകൂടി എ കെ ബാലൻ സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ അതിനെ സംബന്ധിച്ച് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്, അതിന്റെ രേഖകൾ ഹാജരാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് എ കെ ബാലൻ പറയുമ്പോൾ ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് വന്നുള്ള ഉത്തരവിൽ തന്നെ സ്പെസിഫിക് ആയി പറയുന്നുണ്ട് PV എന്നാൽ പിണറായി വിജയനാണ് എന്ന്. അതുകൂടി അംഗീകരിക്കേണ്ടി വരും. ഞാനതാ പറഞ്ഞത്, പിണറായി വിജയനെ അപമാനിക്കാനും ആക്ഷേപിക്കാനും അദ്ദേഹത്തെ കുഴപ്പത്തിൽ ചാടിക്കാനുമാണ് എ കെ ബാലൻ ഓരോ ദിവസവും പത്രസമ്മേളനം നടത്തുന്നതെന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അത് കൺവിൻസ് ചെയ്യാൻ കിട്ടിയ ഒരു ചോദ്യം കൂടിയായിരുന്നു താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നെ ഞാൻ പറയുന്ന വാക്കുകളെ സംബന്ധിച്ച് എനിക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നല്ല ഉത്തരവാദിത്വത്തോടെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ മാത്രമല്ല, ഈ SFIOയുടെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ കേസുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ഏജൻസികളുടെ അന്വേഷണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നള്ളിഫൈ ചെയ്യപ്പെടും. അഥവാ അതൊന്നും തുടർന്നുണ്ടാകില്ല. SFIOയുടെ അന്വേഷണമാകും മുന്നോട്ട് പോവുക എന്ന് ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതിന്റെ ജഡ്ജ്മെന്റ് സ്പെസിഫിക് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ SFIOയുടെ എൻക്വയറി വന്നുകൂടി നേരത്തെ പറഞ്ഞ ശ്രീ എ കെ ബാലൻ പറഞ്ഞ 4-അംഗ സമിതിയുടെ രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ 4-അംഗ സമിതിയുടെ അന്വേഷണവും ഇവിടെ ഇല്ലാതാകുകയാണ്. ഇപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ സീരിയസ് ആയിട്ടുള്ള ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, ആ ഓഫീസിനോട് ഇത് അന്വേഷിക്കാൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായും നേരത്തെ എക്സാലോജി കമ്പനിയിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെയും നേരത്തെ ഉണ്ടായിരുന്ന ഞങ്ങൾ ഇപ്പോൾ 4 മാസം 8 മാസം ആയതിനെ കുറിച്ച് പറഞ്ഞല്ലോ, അവിടെയും ഞങ്ങൾ തീർച്ചയായിട്ടും സംശയിക്കുന്നുണ്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വാഭാവികമായും 4 മാസം കാലാവധി എത്തുമായിരുന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്തെത്തുമായിരുന്നു. അതിൽ നിന്നും ഈ ഇടതുപക്ഷ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഈ SFIOയുടെ അന്വേഷണത്തിൽ ആ പീരീഡ് 8 മാസമാക്കിയതെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ യുക്തിപരമായി ആലോചിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ആർക്ക് ഉപകാരപ്പെടുകയാണ് അന്വേഷണം ചെയ്യുക എന്നുള്ള കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ശരി, ഓക്കെ. 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഭാഗമായി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് വന്നു. അതിന്റെ ഭാഗമായിട്ട് പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയിലേക്ക് വരുന്നതെന്നൊക്കെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ചോദിക്കുന്നത് കേട്ടു. ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. 2 കമ്പനികൾ തമ്മിലുള്ള തർക്കമായിരുന്നു, രണ്ട് കക്ഷികൾ തമ്മിൽ, ഒന്ന് ഇൻകം ടാക്സും മറ്റൊന്ന് CMRലും തമ്മിലുള്ള തർക്കം. അതിലേക്ക് എത്തിയപ്പോഴാണ് ഇതിനകത്തുള്ള അന്തർധാര നമുക്ക് ബോധ്യപ്പെടുന്നത്. ഏതായാലും അതിനെക്കുറിച്ച് അന്വേഷണം നടന്നു. ഇൻട്രീം സെറ്റിൽമെന്റ് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി അവരൊരു ഫൈൻഡിങ്സ് നടത്തി, അതിന്റെ ബേസിസിൽ തുടരന്വേഷണം നടത്തി കാര്യങ്ങളിലേക്കൊക്കെ എത്തി. ഇവിടെ മുഖ്യമന്ത്രിയും കുടുംബത്തെയും സംബന്ധിച്ച് പറയുമ്പോൾ എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടേതല്ലേ? എക്സാലോജിക്ക് എന്ത് സേവനമാണ് ഈ കമ്പനിക്ക് നൽകി CMRൽ നൽകിയിട്ടുള്ളത്? എന്ത് സേവനമാണ് നൽകിയിട്ടുള്ളത്? എക്സാലോജിക്കിന് എവിടെ നിന്നാണ് ഈ മൈക്രോസോഫ്റ്റിന്റെ ഡീലർഷിപ്പോ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പോ അല്ലെങ്കിൽ മെയിൻ്റനൻസിനുള്ള അവാർഡോ ലഭിച്ചിട്ടുള്ളത്? ഇതൊക്കെ പമ്പര വിഡ്ഢികളല്ലേ നിങ്ങൾ ഈ പറയുന്നത്? അപ്പോൾ ആ രീതിയിൽ ഒരു ഇത് എന്താ പറയുന്നത്, നോൺ ഡിസ്ക്ലോഷർ ക്ലോസ് ഉണ്ട്. നോൺ ഡിസ്ക്ലോഷർ ക്ലോസ് ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, റാഷിദും പറഞ്ഞിരുന്നു ഇങ്ങനെ എക്സാലോജിക്കിനെ കേട്ടിട്ടില്ല എന്ന്. 12/11/2024, അതായത് ഈ മാസം 12-ാം തീയതി ഇറക്കിയ ഉത്തരവ്, ഈ 3-അംഗ അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് സെക്ഷൻ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 210 അനുസരിച്ച് 3-അംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള ഉത്തരവിലെ 2ാമത്തെ പാരഗ്രാഫ് എന്താണ് പറയുന്നത്? Whereas on the basis of the complaint an inquiry of Exalogic Solution Private Limited was conducted by the ROC എന്ന് പറയുമ്പോൾ അവിടെ എക്സാലോജിക്കിന് പറയാനുള്ള എല്ലാ അവസരവും ലഭിച്ചിട്ടുണ്ട്. by the ROC Bangalore under the provisions of the section 2064 of the Companies Act 2013, which highlighted various violations and offences under the act while recommending an investigation into the affairs എന്ന് പറയുമ്പോൾ വളരെ സ്പെസിഫിക് ആണ്. അവിടെ അവരുടെ ഭാഗം കേട്ടിട്ടുണ്ട് എന്ന് 12-ാം തീയതി ഇറക്കിയ ഉത്തരവിൽ തന്നെ സ്പെസിഫിക് ആയി പറയുന്നുണ്ട്.
പിന്നെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞതാണ് കോൺഗ്രസ് നേതാക്കൾ പിന്നെ ഇത്തരത്തിൽ അത് ഈ ROC അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുന്ന ഘട്ടത്തിൽ നൽകിയ ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചത് ഈ എക്സാലോജിക്കിനെ കേട്ടില്ല എന്ന് പറയുന്നത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട് കേട്ടില്ല എന്നൊരു ആക്ഷേപമാണ് CPM-നുള്ളത്. അവിടെ കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ളത് വേറൊരു വസ്തുത. ആയിക്കോട്ടെ, താങ്കൾ ഞാൻ വിട്ടു. എനിക്ക് പറയാം, എനിക്ക് അത് കേൾക്കേണ്ട കാര്യമില്ലെന്നേ. അവിടെ തർക്കം അവിടെ കേൾക്കേണ്ട കാര്യമില്ല. കേൾക്കേണ്ട സമയത്ത് കേട്ടിട്ടുണ്ട്, കേൾക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ സംബന്ധിച്ച് ചോദിച്ചോ പറഞ്ഞതാണ്, അത് തുണ്ട് കടലാസിലാണ്, അത് ഡയറിയാണ്, അത് അതുകൊണ്ട് കീറ പേപ്പറാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല എന്നാണ്. അങ്ങനെ അല്ലല്ലോ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ്സിനുള്ളിലെ. അപ്പോൾ അവിടെ ഒഴിഞ്ഞു മാറുകയാണ്. അവിടെ നിൽക്കട്ടെ, അത് ഒഴിഞ്ഞു മാറട്ടെ. പിന്നെ ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം നടക്കുമ്പോൾ ഇത് രണ്ടും ഒരേ അന്വേഷണ ഏജൻസിയാണ്. കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ആ കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ സെക്ഷൻ 210 അനുസരിച്ചുള്ള അന്വേഷണം നേരത്തെ ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ 212 അനുസരിച്ചുള്ള അന്വേഷണം വന്നു. ഞാൻ പറഞ്ഞത് ആക്ടിൽ 212 അനുസരിച്ചുള്ള അന്വേഷണം തുടങ്ങിയാൽ 210 നിൽക്കില്ല എന്ന് ആക്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് ഡൽഹി ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ അധികാരിയായിട്ട് തന്നെ പറഞ്ഞത് ഡൽഹി ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹൈക്കോടതി ജഡ്ജ്മെന്റിനെ കുറിച്ച് പറഞ്ഞാൽ വക്കീലാണെങ്കിൽ അദ്ദേഹം അന്വേഷിക്കട്ടെ, അദ്ദേഹം പരിശോധിക്കട്ടെ. ഇനി വെല്ലുവിളിയെ കുറിച്ചൊന്നും ഞങ്ങൾ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് റാഷിദേ. ഇവിടെ CPM-ന്റെ നേതാക്കന്മാരെ അറഞ്ചം പുറഞ്ഞും സ്വപ്ന സുരേഷ് വാരി വലിച്ചു കൊടുത്തപ്പോൾ പാർട്ടി തീരുമാനിച്ചിരുന്നു അവസാനം ഞങ്ങൾ നിയമപരമായി നീങ്ങാൻ. എത്ര പേര് കേസിന് പോയി? എത്ര പേര് പോയി? ആകെ പോയിട്ടുള്ളത് പിന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മാത്രമാണ് മാനനഷ്ട കേസിന് പോയിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം പോയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എത്ര നേതാക്കന്മാർക്ക് പാർട്ടി അനുമതി നൽകി ഇത്തരത്തിൽ കേസുമായി പോകാൻ? എവിടെയായി നിങ്ങളുടെ കേസിന് നടത്തിപ്പ്? നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അല്ലേ? അപ്പോൾ ഇനി പിന്നെ സെക്ഷൻ 206 അനുസരിച്ച് നടത്തിയിട്ടുള്ള എൻക്വയറിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്യാത്ത ജോലിക്ക് മാസപ്പടി വാങ്ങിയിരിക്കുന്നു. മകൾ നേരിട്ട് 5 ലക്ഷം രൂപ വീതവും മകളുടെ കമ്പനിക്ക് 3 ലക്ഷം രൂപ വീതവും പ്രതിമാസം കൊടുത്തുകൊണ്ട് 1,72,00,000 രൂപ ഇത്തരത്തിൽ ചെയ്യാത്ത ജോലികളുടെ പേര് പറഞ്ഞുകൊണ്ട് കൈപ്പറ്റിയിരിക്കുന്നു. അത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന അധികായൻ, ഈ സോഫ്റ്റ്വെയർ രംഗത്തെ അധികായൻ, ആ അധികായനുമായിട്ട് ഈ എക്സാലോജിക് എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അവരങ്ങനെ എവിടെയെങ്കിലും ഫ്രാഞ്ചൈസി കൊടുക്കാറുണ്ടോ? അല്ലെ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി ഉണ്ടോ എക്സാലോജിക്കിന്? ഇത് മാത്രം നിങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ ഒന്ന് വിശദീകരിച്ചാൽ മതി. എന്ത് സേവനമാണ് ഈ മുഖ്യമന്ത്രിയുടെ മകൾ നൽകിയത്? എന്ത് സേവനമാണ്? അതിന് എന്താ ആ കമ്പനിയിലുള്ള ടെക്നിക്കൽ ഓഫീസേഴ്സ് പരിപൂർണമായും ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്നു ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന്. ആ മാസാമാസം അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. മാസപ്പടി ഇനത്തിൽ മാസാമാസം 5, 3, 8 ലക്ഷം രൂപ വീതം കൈമാറിയിട്ടുണ്ട്. 1,72,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. എന്ത് സേവനം നൽകിയെന്ന് കാതലായ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞോ എന്റെ കൈകൾ ശുദ്ധമാണ്. നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ മകളുടെ കൈകൾ ശുദ്ധമല്ല. നിങ്ങളുടെ മകളുടെ കൈകൾ ശുദ്ധമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകൾക്ക് മാസപ്പടി കിട്ടണമെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് നിങ്ങളുടെ മകൾക്ക് മാസപ്പടി കിട്ടുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതിനാണ് മറുപടി പറയേണ്ടത്.